ഒരു ദിവസം മുഴുവൻ പോസിറ്റീവാകുന്ന ചില ശീലങ്ങളൊന്ന് പഠിച്ചാലോ? ഹായ്, ഞാൻ ബിജു ബാലഗോപാൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് NLP ഗ്രാൻഡ് മാസ്റ്റർ. ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് ഇടുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാം. കാലത്തെ സമയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ബോധ മനസ്സൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്. കുറച്ച് സമയം ചില ശീലങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദിവസം മുഴുവൻ ഫുള്ളായിട്ടുള്ള ഒരു എനർജി കിട്ടും. ഇത് ലോകത്ത് ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. പ്രത്യേകിച്ച് എഴുന്നേറ്റ ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കാതിരിക്കുക. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കിട്ടുന്നത് മൊബൈൽ ഫോണിൽ നിന്നൊക്കെയാണ്. അതോടൊപ്പം പത്രങ്ങൾ വായിക്കാതിരിക്കുക, ന്യൂസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ഒന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക, പി അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് ഇടുക. ഓക്കെ, താങ്ക് യു. പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യും. അതായത് ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഒരു സിനിമയിൽ കാണുന്ന പോലെ മൈൻഡിൽ കാണുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അത് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യുക. അതായത് സിനിമയിൽ എന്ന പോലെ കാണുക, അത് അവിടെ പോകുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, അത് വളരെ സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് നടക്കുന്നു. അങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷമായിട്ട് ഫിസിക്കൽ എക്സസൈസ് നന്നായിട്ടും ചെയ്യാം. അതായത് ശരീരം വിയർക്കുന്ന ലെവലിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഒരു 10-15 മിനിറ്റ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ് എന്ന് പറയുന്നത് മൈൻഡിന് ഭയങ്കര ഒരു എനർജി തരുന്ന കാര്യമാണ്. കാലത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ ഒരു പ്രത്യേക വൈബ് കിട്ടും. അതുകൊണ്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് കാലത്ത്, പ്രത്യേകിച്ച് കാലത്ത് ഒരു ദിവസം നമ്മളെ പോസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് സമയം കണ്ണുകളൊക്കെ അടച്ചിരുന്ന് ശ്വാസം എടുത്ത് പതുക്കെ ശ്വാസം വിടുക. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മൈൻഡ് വളരെ പോസിറ്റീവായിട്ട് ലെവലിലേക്ക് വരും. അപ്പോൾ എക്സസൈസ്, മെഡിറ്റേഷൻ, പിന്നെ അതിനുശേഷം നല്ല ബുക്കുകൾ വായിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ശീലമാണ് വായിക്കുക എന്നുള്ളത്. നല്ല മോട്ടിവേഷണൽ ബുക്കുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങൾ, അങ്ങനെ മൈൻഡിലേക്ക് പോസിറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ് കാലത്ത് ചെയ്യേണ്ടത്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മൈൻഡിലേക്ക് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് ആദ്യത്തെ 1 മണിക്കൂർ, എഴുന്നേറ്റ സമയം മുതൽ ആദ്യത്തെ 1 മണിക്കൂർ ഏറ്റവും നല്ല കാര്യങ്ങളിൽ മൈൻഡ് ഫില്ല് ചെയ്യുക. അങ്ങനെ നമ്മൾ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ആ ദിവസം മുഴുവൻ പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്ന് വിഷ്വലൈസേഷനാണ്. ഇന്നത്തെ ദിവസം ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ട്, നല്ല രീതിയിൽ നേടുന്നതായിട്ട് കാണാം. ഇനി വരുന്ന നേട്ടങ്ങൾ, അതൊക്കെ ഒരു പ്രത്യേക എനർജി കിട്ടും. ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, കുറച്ച് നേരം പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കാം, നല്ല മെലഡി ആയിട്ടുള്ള സോങ്സ് കേൾക്കാം. ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ് 24 hours നമ്മൾ പോസിറ്റീവ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. കാലത്തെ 1 മണിക്കൂർ ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ട് മൈൻഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറും ആ ഒരു നല്ല വൈബ് കിട്ടും. ആ ദിവസം മുഴുവൻ ഒരു പ്രത്യേക എനർജി കിട്ടും. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഓൺലൈനായിട്ട് നടക്കുന്നൊരു പ്രോഗ്രാമുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാം. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.